ശ്രീ സിബി മലയിൽ നമ്മൾ അന്ന് വരെ കൊച്ചിൻ ഹനീഫയെ കണ്ടിരുന്നത് കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളായിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ഒരു ഹ്യൂമർ ടച്ചുള്ള കഥാപാത്രം ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ചിത്രത്തിന്റെ കാസ്റ്റിങ്ങിന്റെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കീരിക്കാടൻ ജോസ്, അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് തന്നെ നമ്മളിൽ പലർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും, മോഹൻരാജ്. പിന്നെ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ശരിക്കും ചിത്രത്തിന്റെ കാസ്റ്റിംഗ് എടുത്തു പറയേണ്ട ഒന്നാണ്. അച്യുതൻ നായരെ സേതു, അച്ഛൻ മകൻ ബന്ധം, എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങളെയൊക്കെ ആ കഥാപാത്രങ്ങൾക്ക് വേണ്ട അഭിനേതാക്കളെ കണ്ടെത്തിയത്? കൊച്ചിൻ ഹനീഫ എന്നും പറയുന്ന ഒരു നടനിലേക്ക് ആ കഥാപാത്രം, ഹൈദ്രോസ് എന്ന കഥാപാത്രത്തെ തീരുമാനിക്കപ്പെടുന്നത് ലോഹിയുടെ തന്നെ തീരുമാനമാണ്. കാരണം ലോഹിയാണ് അതുവരെ നമ്മൾ ചിന്തിക്കാതിരുന്ന രീതിയിൽ. ഹനീഫയെ നമ്മൾ അതിനു മുമ്പ് കണ്ടിരുന്നത് പൂർണ്ണമായിട്ടും വില്ലൻ വേഷങ്ങളാണ്, വളരെ ഗൗരവമുള്ള വേഷങ്ങളിലാണ്. പക്ഷേ ഇത്തരത്തിൽ നർമ്മം അദ്ദേഹത്തിന് സാധ്യമാകുമെന്നുള്ളത് തിരിച്ചറിവ് ലോഹിയാണ് നമുക്ക് ആദ്യം ബോധ്യപ്പെടുത്തുന്നത്. പിന്നീട് അത് ഹനീഫയുടെ കരിയറിലെ വലിയ മാറ്റത്തിന് ഇടയാക്കിയ കഥാപാത്രമായിട്ട് മാറുകയും ചെയ്തു. കീരിക്കാടൻ ജോസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിത്രത്തിൻ്റെ ആദ്യ പകുതി മുഴുവൻ ഈ കഥാപാത്രത്തെക്കുറിച്ചുള്ള മറ്റ് കഥാപാത്രങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു ഇമേജുണ്ട്, അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നൊരു ഇമേജുണ്ട്. അത്തരത്തിൽ ഭീകരനായ ഒരു ഗുണ്ട എന്ന ഒരു ഇമേജ് പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കഥാപാത്രങ്ങളിലൂടെ അവരുടെ സംഭാഷണങ്ങളിലൂടെ നമ്മൾ പകർന്നു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പരിചിത മുഖം കാണിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പ്രേക്ഷകർ ആ കഥാപാത്രത്തെ വിശ്വസനീയമായ രീതിയിൽ സ്വീകരിക്കില്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു പുതിയ അഭിനേതാവിനെ ആ വേഷത്തിലേക്ക് നമ്മൾ അന്വേഷിച്ചത്. ഒരുപാട് അന്വേഷണം നടത്തി ഒരു ദിവസം എൻ്റെ ആ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അന്ന് വർക്ക് ചെയ്തിരുന്നത് കല അടൂരാണ്. അദ്ദേഹത്തിൻ്റെ പരിചയത്തിലുള്ള ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം കലാധരനാണ് ഈ മോഹൻരാജിനെ എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. മോഹൻരാജ് ഞാനും ലോഹി ഇരിക്കുന്ന മുറിയിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇയാളെ കീരിക്കാടൻ ജോസ് എന്ന് വിളിക്കാനാണ്. അത്രമാത്രം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കഥാപാത്രത്തിൻ്റെ രൂപഭാവങ്ങളെല്ലാം ഇദ്ദേഹത്തിലുണ്ടായിരുന്നു. പിന്നീട് നമുക്കറിയാം, ചരിത്രത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നേരത്തെ അന്നപൂർണ്ണ പറഞ്ഞതുപോലെ മോഹൻരാജ് എന്ന് പറയുന്ന പേര് പലർക്കും അറിയില്ല. പക്ഷേ അവരെല്ലാവരും കീരിക്കാടൻ ജോസിനെ അറിയും. കീരിക്കാടൻ ജോസ് എന്ന പേരിലാണ് ആ നടൻ പിന്നീട് അറിയപ്പെടുകയും ചെയ്തത്. അതുപോലെ തന്നെ തിലകൻ ചേട്ടൻ്റെ കാര്യത്തിലും തിലകൻ ചേട്ടൻ തന്നെയായിരുന്നു ആദ്യാവസാനമുള്ള നമ്മളുടെ ഈ കഥാപാത്രത്തെ മറ്റാരെയും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ തിലകൻ ചേട്ടനെ നമ്മൾ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി സമീപിക്കുമ്പോൾ അദ്ദേഹം 2 സിനിമകളിൽ, തിരുവനന്തപുരത്ത് തന്നെ ചിത്രീകരണം നടക്കുന്ന 2 സിനിമകളിൽ ചാണക്യൻ, വർണ്ണം എന്നീ ചിത്രങ്ങൾക്ക് ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ 2 ചിത്രങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സിനിമയിൽ ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത്, തിലകൻ ചേട്ടൻ അഭിനയിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ ഈ സിനിമയുടെ ഷൂട്ടിംഗ് മാറ്റിവെക്കുന്നു, ചേട്ടൻ്റെ സൗകര്യത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമുണ്ടെങ്കിൽ, ഞാൻ തന്നെ ആ കഥാപാത്രം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ എൻ്റെ സൗകര്യവും സമയവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനാണ്. ഈ 2 സിനിമകളുടെയും ഇടവേളകളിൽ എനിക്ക് കിട്ടുന്ന സമയം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വളരെ ത്യാഗപൂർണമായ ഒരു നിലപാട് അക്കാര്യത്തിൽ എടുക്കുകയുണ്ടായി. കാരണം അദ്ദേഹത്തിന് ഉറക്കമില്ലാതെ രാവും പകലും 2 സിനിമകളുടെ ഷൂട്ടിങ്ങിനിടയിൽ കിട്ടുന്ന 1-2 മണിക്കൂറുകൾ നമ്മൾക്കായിട്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് പെട്ടെന്ന് വിളിച്ചു പറയും. ആ സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ രംഗങ്ങൾ എടുക്കാൻ തയ്യാറാവും. അങ്ങനെയാണ് ആ ചിത്രം പൂർത്തീകരിച്ചത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് തിലകൻ ചേട്ടൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷേ ഈ സിനിമ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ച് ഈ അച്യുതൻ നായരെയും ഈ സേതുമാധവനെയും ഇതിൽ ഓരോ കഥാപാത്രങ്ങളെയും അതിൻ്റെ പൂർണ്ണതയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയില്ലായിരുന്നു. കിരീടത്തിന്റെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം മറ്റൊരു വ്യക്തി കൂടി ചേരുകയാണ്, ശ്രീ മണിയമ്പിള്ള രാജു. എങ്ങനെ ഓർത്തെടുക്കുന്നു കഥാപാത്രത്തെയും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഓർമ്മകളുമൊക്കെ? എനിക്ക് ശരിക്കും കിരീടനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാല് മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. ഒന്നാമത് മലയാളത്തിൽ ഇറങ്ങിയ 10 സിനിമകളിൽ ഏറ്റവും നല്ല 10 സിനിമകൾ എടുത്താൽ അതിൽ ഒന്ന് കിരീടമാണ്. മോഹൻലാൽ അഭിനയിച്ച കഥാപാത്രം, സേതുമാധവൻ എന്നുള്ള കഥാപാത്രം, മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ 10 കഥാപാത്രങ്ങൾ എടുത്താൽ അതിലൊന്ന് അതാണ്. സിബി മലയിൽ ഡയറക്ട് ചെയ്ത നല്ല 10 ചിത്രങ്ങളിൽ എടുത്താൽ അതിൽ ഏറ്റവും നല്ലത് കിരീടമാണ്. അതുപോലെ ലോഹിതദാസ് എഴുതിയ തിരക്കഥ സംഭാഷണം വന്നതിൽ ഏറ്റവും നല്ല 5 പടങ്ങൾ എടുത്താൽ അതിൽ ഏറ്റവും നല്ലത് വരുന്നത് കിരീടമാണ്. അതുപോലെ കിരീട ഉണ്ണി നിർമ്മിച്ചതിലുള്ള ഏറ്റവും നല്ല ചിത്രമാണ്. ഭാഗ്യം ആ പടത്തിന് കിരീടം എന്നായിരുന്നു. തറ എന്നായിരുന്നെങ്കിൽ അയാളുടെ പേര് തറ ഉണ്ണി നായനെ. അതൊരു ഭാഗ്യം.
കാര്യം അങ്ങനത്തെ പേരിലാണല്ലോ ഇത് വരുന്നതൊക്കെ. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് അതിനകത്തുള്ള ഡയലോഗുകളെല്ലാം വളരെ എല്ലാവരുടെ മനസ്സിൽ നിൽക്കും. ഞാൻ തന്നെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഓ നല്ലൊരു അടി കണ്ടിട്ട് കാലം അത്രയായി. കീരിക്കാരനെ കുറിച്ചുള്ള റെഫറൻസ് പറയുമ്പോൾ പറയുന്നത്. അതുപോലെ എല്ലാ മിമിക്രി എല്ലാവരും പറയുന്നൊരു തിലാൻ ചേട്ടന്റെ അവസാനം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ ക്ലൈമാക്സ് സമയത്ത്, നിന്റെ അച്ഛനാണ് പറയുന്നത് കത്തി താഴെ. ആ ഡയലോഗ് ഒന്നും ആർക്കും മറക്കാനേ പറ്റത്തില്ല. പിന്നെ എനിക്കാണല്ലോ മോഹൻലാൽ ഞാനുമായിട്ട് ഇങ്ങനെ സുഹൃത്തുക്കളായിട്ട് ഒരു 60ഓളം സിനിമകളായിട്ട് ഞങ്ങൾ തമ്മിലൊരു നല്ല കെമിസ്ട്രിയാണ്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഈ കിരീടം കാണുമ്പോഴൊക്കെ അതിന്റെ അകത്ത് അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് ത്രൂ ഔട്ട് ആ പടത്തിനകത്ത് ഞാൻ ഉണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ആ സിനിമ ഒരു ക്ലാസിക് പോലെ ആയൊരു വലിയ സന്തോഷമുണ്ട്. എന്നാലും 25-ാം വർഷം വന്നപ്പോ ഇങ്ങനെ നല്ല സിനിമയെ ഓർത്തെടുത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നതിലും ഞാൻ വളരെ സന്തോഷിക്കും. ഇതിനകത്ത് എനിക്കൊരു വേഷം തന്ന സിബി മലയിലിനടുത്തും തിരിച്ചുപോയ ലോഹിതദാസിന്റെ അടുത്തും പിന്നെ എന്റെ സ്കൂൾ തൊട്ട് ഒന്നിച്ച് പഠിച്ചതാണ് കിരീട ഉണ്ണി. എല്ലാവരുടെ എനിക്ക് അതിയായ നന്ദിയുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ കിരീടം എന്നുള്ള പടം എന്നെന്നും നമ്മുടെ ബുക്കിലുള്ള ഒരു പടമാണ്. തീർച്ചയായും ഒരുപാട് നന്ദി ഈ ഒരു അവസരത്തിൽ ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. അത് മാത്രമല്ല എനിക്കൊന്ന് നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് തുടങ്ങി ഇത്രയും സമയം സിബിസറെ വളരെ ഗൗരവത്തോടെ ഇരിക്കായിരുന്നു. സിബിസറിന്റെ ഒരു ചിരിച്ച മുഖം കാണിക്കാൻ കഴിഞ്ഞതും താങ്കളുടെ ആ ഒരു കമന്റ്സ് കൊണ്ടാണ്. അതിനും ഒരുപാട് നന്ദി പറയുന്നു. കൃപ ഫിലിംസ് അതിൽ രണ്ടുപേരുടെയും കൂടി ഒരു കൂട്ടായ്മയിൽ നിന്നുണ്ടായ പേരാണെന്നും പലർക്കും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. കൃപ ഫിലിംസിന്റെ ആ ഒരു എന്താ അതിന്റെ ഒരു തുടക്കത്തെ കുറിച്ചൊക്കെ ഒന്ന്. അതായത് എൻ്റെ കൃഷ്ണകുമാറിൻ്റെ KRIയും പണിക്കരുടെ PU എടുത്തിട്ടാണ് കൃപ ഫിലിംസ്. എങ്ങനെയാണ് ഇനി ആ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒരു മറക്കാനാവാത്ത ഒരു ഓർമ്മ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും രണ്ടുപേർക്കും പറയാനുള്ളത്? ശ്രീ ദിനേശ് പണിക്കറിലേക്ക് ആദ്യം. അല്ല, സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ മറക്കാനാവാത്ത ഇൻസിഡൻസ് ഇഷ്ടം പോലെയുണ്ട്. ആ സിനിമ എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു മൈൽ സ്റ്റോണാണ്. ഞങ്ങളുടെ ലൈഫിൽ രണ്ടുപേരും ആദ്യമായിട്ട് നിർമ്മിച്ച ഒരു ചിത്രമാണ്. ഞങ്ങളൊരു 86 മുതൽ ശരിക്കും പറയുന്നത് എൻ്റെ ബേസ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, കാലതാമസം ഉണ്ടായി. ഇതിൽ മറ്റൊരു സംവിധായകനെ പ്ലാൻ ചെയ്തിരുന്നു. ആദ്യം ഇത് വേണുനാഗവള്ളിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ പല കാരണങ്ങളാൽ വേണുനാഗവള്ളിയുടെ മാറുകയും പിന്നെ അത് നേരെ സിബി മലയിലോട്ട് ചെല്ലുകയും സിബി മലയിൽ മനോഹരമായിട്ട് ഈ ചിത്രം എടുക്കുകയും പിന്നെ അന്നൊന്നും ലോഹിദാസിൻ്റെ പേരൊന്നും വന്നിട്ടില്ല. സിബി മലയിലാണ് ലോഹിദാസിൻ്റെ പേര് പറയുന്നത്. ഈ ചിത്രം അല്ല വേണുനാഗവള്ളി അല്ല, അതല്ല വേണുനാഗവള്ളി വെച്ച് ഞങ്ങൾ വേറൊരു ചിത്രത്തെക്കുറിച്ച് ആലോചിക്കുകയും അത് നടക്കാതെ വരിക ചെയ്തു. അപ്പോഴാണ് ലാല് ഇങ്ങനെ ചെയ്യാനായിട്ട് തയ്യാറായത്. അപ്പം ലാല് പറഞ്ഞൊരു പടം നീ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അപ്പോഴാണ് പെട്ടെന്ന്. അപ്പം സിബിയും ഞാനുമായിട്ടുള്ളൊരു ബന്ധം എന്ന് വെച്ചാൽ സിബി ഞാൻ നമ്മുടെ പ്രിയദർശൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പൂച്ചക്കൊരു മൂക്കൂത്തിയിൽ സിബി മലയിൽ അസോസിയേറ്റ് ഡയറക്ടർ, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ ആ ഒരു ബന്ധം ആണ് സിബിയെ വെച്ച് ഈ പടം ചെയ്യാനുള്ള ഇതിലേക്ക് മാറിയത്. ദിനേശിനാണെങ്കിൽ ആദ്യം പോലെ സത്യനന്ദിക്കാട് മതി അങ്ങനെ ഒരു കോമഡി പടം ആയിരുന്നു ദിനേശിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അത് എന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നു ഭവിച്ചു. നമുക്ക് സമയപരിമിതി മൂലം ഈ ഒരു സംസാരം ഇവിടെ ചുരുക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ സിബി മലയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ചിത്രത്തിൽ ഈ പറഞ്ഞ പോലെ അച്ഛനാ പറയുന്നത് കത്തി താഴിട എന്ന് പറയുന്ന ആ ഒരു രംഗം, അതുപോലെ തന്നെ രണ്ട് സംഘടന രംഗം നോക്കുകയാണെങ്കിലും അടിച്ചു കഴിയുമ്പോഴുള്ള ആ ശ്രീ മോഹൻലാലിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പ്രഷനും അത് ഇതല്ല. ആ സീനുകളിൽ എങ്ങനെയായിരുന്നു? പൂർണ്ണമായും ഒരു സംവിധായകന്റെ നിർദ്ദേശപ്രകാരമാണോ അദ്ദേഹം അഭിനയിച്ചത്, അതോ എത്രത്തോളം തിലകനും അതോടൊപ്പം ശ്രീ മോഹൻലാലും ആ സീൻ ഇംപ്രൂവൈസ് ചെയ്തു? അതുപോലെ തന്നെ രണ്ടാമതൊരു ചോദ്യം കൂടെ അതിനോടൊപ്പം ചേർക്കുകയാണ്, ഏറ്റവും ഈ സിനിമയിൽ ഏറ്റവും പ്രിയപ്പെട്ട രംഗം ഏതാണ്? സംഘടനാ രംഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ സംഘടനാ രംഗങ്ങൾക്ക് ഒരു ഫൈറ്റ് മാസ്റ്ററുടെ സഹായം നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല. ഒരു ഫൈറ്റ് മാസ്റ്ററെ നമ്മൾ ബുക്ക് ചെയ്യുകയും അദ്ദേഹം ലൊക്കേഷനിൽ വരികയും ചെയ്തുവെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫൈറ്റല്ല അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത് എനിക്ക് തുടക്കത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സഹായം ഉപയോഗപ്പെടുത്താതെ ഞാൻ മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇങ്ങനെയാണ് വളരെ നാച്ചുറലായിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഒരു ഫൈറ്റാണ് ആവശ്യം. അങ്ങനെ മോഹൻലാൽ അദ്ദേഹം പറഞ്ഞു എന്താണ് സിബിക്ക് വേണ്ടതെന്ന് പറയൂ, ഞാൻ ആ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപക്ഷെ അതിൻ്റെ ഒരു കമ്പോസിങ് പോലും അതിൻ്റെ ഫൈറ്റ് കമ്പോസിങ് പോലും മോഹൻലാൽ ചെയ്തു എന്ന് നമുക്ക് ഒരർത്ഥത്തിൽ പറയാം. ഞാൻ വെക്കുന്ന എൻ്റെ ഫ്രെയിമുകൾക്കുള്ളിൽ ഈ മോഹൻരാജ് എന്ന കഥാപാത്രവുമായിട്ട് അദ്ദേഹം സംഘടനത്തിൽ ഏർപ്പെടുക, അത് അവരെപ്പോൾ ഫൈറ്റ് ചെയ്ത് തളരുന്നു അവിടെയാണ് ഞാൻ കട്ട് പറയുക. അതുവരെയും അവരെ ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് വിടുകയാണ് ചെയ്തിരുന്നത്.
പിന്നീട് ഈ സിനിമയുടെ പല പ്രമുഖരായ സംവിധായകരും സിനിമ പ്രവർത്തകരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മലയാള സിനിമയിൽ ഇത്രയും ശക്തമായ ഒരു സ്ലോ മോഷൻ ചിത്രീകരണം ഇതിനു മുമ്പും അതിന് ശേഷവും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് ഏറ്റവും കൃത്യമായ രീതിയിലാണ് അതിൻ്റെ സ്ലോ മോഷൻ ഷോട്ടുകൾ ഉപയോഗിച്ചത്. മോഹൻലാൽ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അച്ഛനെ തല്ലുന്ന ആളോട് ഏറ്റുമുട്ടാനായിട്ട് വരുന്ന ആ ഷോട്ടുകൾ തൊട്ടുള്ള കാര്യങ്ങളാണ് അത്തരത്തിൽ പരാമർശിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ലൈമാക്സിൽ കത്തി താഴെയിടുക എന്ന വളരെ പ്രസിദ്ധമായ ആ ഡയലോഗ് അത് ചിത്രീകരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ്. കാരണം ആ തിലകൻ ചേട്ടൻ്റെ സമയപരി അദ്ദേഹം മറ്റൊരു ലൊക്കേഷനിൽ നിന്നും ഈ ചിത്രത്തിൻ്റെ ആ രംഗം ആ ക്ലൈമാക്സിനോടനുബന്ധിച്ച് ഏറ്റവും അവസാനം അദ്ദേഹം ആ രംഗത്തേക്ക് കടന്നു വരുന്നത്. അത് ചിത്രീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 4:30-5 മണിയായപ്പോഴാണ്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കൊണ്ടാണ് തിലകൻ ചേട്ടൻ്റെ ക്ലൈമാക്സിലെ ഭാഗങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരുപാട് പരിമിതികളും ഒരുപാട് പ്രതിസന്ധികളൊക്കെയും ഈ ഷൂട്ടിങ്ങിൻ്റെ ഘട്ടത്തിൽ നമുക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ അതെല്ലാം വിജയകരമായ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയുടെ ഒരു വിജയത്തിലേക്ക് അതിനെ എത്തിച്ചേർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെയാണ്. സാറിൻ്റെ പ്രിയപ്പെട്ട രംഗം പറഞ്ഞില്ല, സമയപരിമിതി പോലെ എനിക്കൊന്ന് അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും ഏറ്റവും പ്രിയപ്പെട്ട രംഗം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ അച്ഛനെ തല്ലുന്ന രംഗത്തേക്ക് കടന്നു വരുന്ന ആ മകൻ്റെ രംഗം തന്നെയാണ്. കാരണം അതാണ് ഈ സിനിമയുടെ ഏറ്റവും പിവട്ടലായിട്ടുള്ള ഒരു രംഗം. ലോകത്ത് ഏത് ഭാഷയിലും ഏത് രാജ്യത്തും ഏത് സാഹചര്യത്തിലും ജീവിക്കുന്ന മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മുഹൂർത്തമാണത്. സ്വന്തം അച്ഛനെ ഇത്തരത്തിൽ ആരെങ്കിലും ആക്രമിക്കുന്നത് കാണുമ്പോൾ ഏതൊരു മകനും സ്വാഭാവികമായിട്ടും പ്രതികരിക്കുന്ന ഒരു സന്ദർഭമാണത്. ആ ഒരു പോയിന്റിൽ നിന്നാണ് ഈ സിനിമയുടെ മുന്നോട്ടും പിന്നോട്ടുമുള്ള കഥ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിൻ്റാണ്, ആ ഒരു രംഗമാണ് ഏറ്റവും ഈ കിരീടം എന്ന സിനിമയുടെ ആണിക്കല്ലായിട്ട് നിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രംഗവും. തീർച്ചയായും ശ്രീമതി സിന്ധു ഇതുപോലെ തന്നെ മാപ്പ് ചോദിക്കുകയാണ്, സമയപരിമിതി മൂലം ചുരുക്കേണ്ടതായിട്ടുണ്ട്. ചിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും മധുരമായിട്ടുള്ള ഓർമ്മ എന്താണ്? തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കുഞ്ഞുണ്ടായ കാര്യം പറഞ്ഞു. എന്നാലും ഈ ഒരു സിനിമ മൊത്തത്തിൽ നോക്കുമ്പോൾ സിനിമയുടെ ആ ഒരു തുടക്കം മുതൽ തിയേറ്ററിലേക്ക് എത്തിയവരെയുള്ള ആ ഒരു സമയത്ത് ഏറ്റവും എന്നും മനസ്സിൽ എവർഗ്രീനായിട്ട് നിൽക്കുന്ന ഒരു മെമ്മറി എന്താണ്? പൂർണ്ണമായിട്ട് ആദ്യമായിട്ട് എഴുതി ഒരു സ്ക്രിപ്റ്റാണ് ഷൂട്ടിങ്ങിന് മുൻപ് അതാണ് എനിക്ക് ഓർക്കാൻ പറ്റണത്. വളരെ നന്ദി. നേരത്തെ പറഞ്ഞ സമയമാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഇനിയും ഒരുപാട് ഇത്തരം മികച്ച സിനിമകൾ 25 വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി ഈ ഒരു സെഗ്മെന്റ് ഇവിടെ അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ കിരീടം ഉണ്ണി, ശ്രീ ദിനേശ് പണിക്കർ, ശ്രീ സിവി മലയിൽ, അതോടൊപ്പം ശ്രീമതി സിന്ധു ലോഹിതദാസ് ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന്. ബി പോസിറ്റീവിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു ആഴ്ചയും മുന്നോട്ട് ഇരിക്കുകയാണ്.